ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ എൻ പിയേഴ്സൺ ചേരുന്നുണ്ട്. ശ്രീ എൻ പിയേഴ്സൺ, ഇത് പാർട്ടി നേരത്തെ എടുത്തിട്ടുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പാർട്ടി അംഗങ്ങൾ മദ്യപാനം പാടില്ല, അംഗങ്ങൾക്ക് മദ്യപാനം പാടില്ല, അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. CPM പോലൊരു പാർട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഇത് അങ്ങനെ കർശനമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇന്നത്തെ കാലത്ത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത്തരത്തിലൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. പാർട്ടി വളരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കുകയും പാർട്ടി പറയുന്നത് കേൾക്കുന്ന കേഡർമാരെ മാറ്റുകയും ചെയ്താൽ ഇത് യാഥാർത്ഥ്യമായി തീരും. പക്ഷെ നമുക്കറിയാം, ഇന്നത്തെ അതിന്റെ ഒരു വസ്തുത പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പാർട്ടിക്ക് നടപ്പിലാക്കാൻ കഴിയുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അഴിമതിക്കെതിരായിട്ട് പാർട്ടി എടുക്കുന്ന നിലപാട് അതൊന്നും നടപ്പിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പാർട്ടിക്ക് നടപ്പിലാക്കാൻ പറ്റിയാൽ മാത്രമാണ് പാർട്ടി കേഡർമാർ എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ നയപരിപാടികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായി മാറിത്തീരുള്ളൂ. അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നടപ്പിലാക്കാൻ അത് മാത്രമല്ല, പാർട്ടിക്ക് പലതും കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പാർട്ടിക്ക് എടുക്കാവുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് മദ്യപാനത്തിനും അതേപോലെ ലഹരിക്കും എതിരെ സമൂഹത്തിനൊരു നിലപാടെടുക്കേണ്ടി വരുമ്പോൾ പാർട്ടി അതിനൊപ്പം നിൽക്കണം. പാർട്ടി വളരെ കർശനമായിട്ടുള്ള നിലപാട് തന്നെ അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതാണ്. ശ്രീ പിയേഴ്സൺ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, നടപ്പാക്കിയാൽ നല്ല കാര്യമാണ് എന്നുള്ളതും ശരിയാണ്. CPM പോലൊരു പാർട്ടി ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കി കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ പാർട്ടി അംഗങ്ങളെങ്കിലും മാതൃകയായി മാറിയാൽ അത് വലിയൊരു മാതൃകയായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും അത് നടപ്പാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുമ്പോൾ പാർട്ടി പറയുന്ന പല കാര്യങ്ങളും അത് അതേപോലെ അനുസരിക്കേണ്ടതില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടിയല്ലേ പാർട്ടിക്കകത്ത് പോവുക, അംഗങ്ങൾക്ക് കിട്ടുക? അല്ല, പാർട്ടി കുറെ കാലമായിട്ട് പാർട്ടിക്ക് പലതും നടപ്പിലാക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഴിമതി, സ്വജനപക്ഷപാതം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊന്നും പാർട്ടിക്ക് തെറ്റുതിരുത്തൽ രേഖ എന്ന് പറയുന്ന രേഖ വെക്കാൻ കഴിയും എന്നല്ലാണ്ട് തെറ്റുതിരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രശ്നമാണ്. ഇതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ അത് മാറണം എങ്കിൽ കർശനമായിട്ട് പാർട്ടി ആ നിലപാടിലേക്ക് വരണം. അതിന് ഈ പാർട്ടിക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ വളരെ കൂടുതൽ സംശയമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ പാർട്ടിയുടെ പ്രവർത്തനം, അതെല്ലാം പാർട്ടി അംഗങ്ങളുടെ പ്രവർത്തനമൊക്കെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെ പാർട്ടിക്ക് ഒന്നും നടപ്പിലാക്കാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട്. പക്ഷെ പാർട്ടിക്ക് ഈ ഒരു നിലപാട് മാത്രമാണ് പൊതുസമൂഹത്തിന് വേണ്ടി പറയാനായിട്ട് കഴിയുള്ളൂ. ആ നിലപാടിനനുസരിച്ച് പാർട്ടിയെ മാറ്റാനും പാർട്ടി ഒരു കേഡർ പാർട്ടി എന്ന നിലയ്ക്ക് പാർട്ടി പറയുന്നത് കേൾക്കാത്തതായിട്ടുള്ള കേഡേഴ്സിനെ അല്ലെങ്കിൽ അംഗങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ അതിന് മാറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് അങ്ങനെ പറയുകയും അതേപോലെ തന്നെ ഈ മദ്യശാലകളും മറ്റും ഒക്കെ വ്യാപകമായിട്ട് തുടങ്ങാനും വർദ്ധിപ്പിക്കാനും ഒക്കെ എടുക്കുന്നതായിട്ടുള്ള ഗവൺമെന്റ് തല തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇതിനെന്തും തമ്മിൽ വലിയ വൈരുദ്ധ്യം നിലവിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു പാർട്ടി എന്ന നിലക്ക് ആ പാർട്ടി യഥാർത്ഥത്തിൽ എടുക്കേണ്ട നിലപാടെന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വിപ്ലവമൊന്നും നടത്തിയില്ലെങ്കിൽ പോലും അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഈ ക്രിമിനലൈസേഷൻ, അതിനെതിരായിട്ടൊരു നിലപാടെടുക്കണം. അതിന് നിലപാടെടുക്കാന്ന് പറഞ്ഞാൽ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം മുതൽ ഓരോ കാര്യങ്ങളിലും പാർട്ടി എടുക്കേണ്ട വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിലപാടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് ശരിയായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വളരെ ഗുണകരമായിരിക്കും.